സത്യം പറയ, എന്താ ഗ്രീഷ്മയുടെ മനസ്സില്? ആരോടും പറയാൻ പറ്റാത്ത ഇത്ര വലിയ രഹസ്യം? ഉണ്ട്, പക്ഷേ അത് പറയാനുള്ള സമയമായിട്ടില്ല കല്യാണി. എങ്കി ഞാൻ പറയട്ടെ. എന്ത്? ഗ്രീഷ്മയുടെ അച്ഛനെ തന്നെയല്ലേ അമ്മ കാത്തിരിക്കുന്നത്? പറയേ, ആണോ? ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ. ആരാ ഗ്രീഷ്മയുടെ അച്ഛൻ? അത് അപ്പോ ഗ്രീഷ്മ കണ്ടിട്ടില്ല അച്ഛനെ? എന്താ ഗ്രീഷ്മയുടെ അച്ഛൻ തിരികെ വരാത്തത്? ഇനി വരില്ലേ? അറിയില്ല, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാനും അമ്മയും. വരും ഒരു ദിവസം. കരയ വേണ്ട, ഗ്രീഷ്മയ്ക്ക് ഈ കണ്ണീര് ചേരില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഗ്രീഷ്മ എനിക്കിഷ്ടം. പ്രതീക്ഷയോടെ കാത്തിരിക്കെ, ആഗ്രഹിക്കുന്ന പോലെ ഒരു ദിവസം അച്ഛൻ വരും. അല്ലാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എന്നെ പോലെ ആവരുത്. ഗ്രീഷ്മയെന്നല്ല, ആരും അനുഭവിക്കരുത് ഈ വേദന. കല്യാണി എന്തിന് സുഖേട്ടനെ പ്രതീക്ഷിക്കാതിരിക്കണം? സുഖേട്ടൻ വരും. അധികം വൈകാതെ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോകാൻ സുഖേട്ടൻ വരും, എനിക്ക് ഉറപ്പാ. വേണ്ട, എനിക്കറിയാം ഗ്രീഷ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. സുഖേട്ടനെ ഇവിടെ വരുത്താൻ ഗ്രീഷ്മ ഇനി ശ്രമിക്കരുത്. കാല് പിടിച്ച് കരഞ്ഞു വിളിച്ചാൽ പോലും കൂടെ പോവില്ല ഞാൻ.
എടി എണീറ്റ്. എന്താടി ഇത്? ഇങ്ങനെ ഇരുന്നുറങ്ങിയ മൂക്കും കുത്തി താഴെ വീഴും. പുസ്തകം കയ്യിലെടുത്ത് അപ്പ തുടങ്ങും അവളുടെ ഉറക്കം. അമ്മ ഇരുന്ന് ഉറക്കം തൂങ്ങുമല്ലായിരുന്നോ? ഉറങ്ങായിരുന്ന് പഠിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതിയാൽ മതിയോ? എന്ത് പറഞ്ഞാലുണ്ട് തർക്കുത്തരം. മതി മതി, പോയി കിടന്നുറങ്ങ്. ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണ്ട. എനിക്കും ഉറക്കം വരുന്നുണ്ട്. എന്നാ ചെല്ല്, പോയി കിടന്നുറങ്ങ്. അമ്മേ വാ. അങ്ങോട്ട് കിടന്ന് കണ്ണടക്കുമ്പോഴായിരിക്കും സുഖ കയറി വരുന്നത്. എഴുന്നേറ്റ് കഥ ഓർക്കുമ്പോഴത്തേക്ക് ഉറക്കം പോവും. മദ്യപാനം നിർത്തി പോലും. ഇപ്പൊ കാണാ 4 കാലയിലുള്ള എഴുന്നള്ളത്ത്. നിങ്ങൾ പോയി കിടന്നുറങ്ങ്. ഓ, എത്തിയോ? ആഹാ, നീന്ന് കുടിച്ചില്ലേ? എന്താ, പോയി കുടിച്ചിട്ട് വരണോ? ഞാൻ കരുതിയത് ആടിക്കുഴഞ്ഞ് 4 കാലിലാവും വരവെന്നല്ലേ. ഓ, ആ നശിച്ചവൾ ഇവിടുന്ന് പോയതോടെ എന്റെ മോന് നല്ല ബുദ്ധി തെളിഞ്ഞു. ഇനി മേലാൽ അവളെ അടിച്ചതിനകത്ത് കയറ്റരുത്. അതെന്താ? അതെന്താന്നോ? നീ എന്താ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നത്? മുമ്പ് അമ്മ തന്നെയല്ലേ പാടിക്കൊണ്ട് നടന്നത്. അവളുടെ തന്തയുടെ കയ്യിൽ പൂത്ത കാശുണ്ട്, അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാൻ അവൾ ഇവിടെ തന്നെ നിർത്തണമെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താ, ആ കാശൊന്നും വേണ്ടേ? ആ കാശും വേണ്ട, അവരായിട്ടുള്ള ബന്ധവും വേണ്ട. മതിയായി. അപ്പൊ പൊരറിഞ്ഞു നിൽക്കുന്ന 2 പെമ്മക്കൾ എന്ത് ചെയ്യും? കെട്ടിച്ചു വിടണ്ടേ? എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും? അതിന് നിനക്കൊരു ജോലിയില്ലേ? കൊള്ളാം. അമ്മ എന്താ ഇപ്പൊ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നാണോ? എനിക്ക് ജോലിയുള്ള കാര്യം ആദ്യമായിട്ട് അറിയുന്ന പോലെ. ശമ്പളം കിട്ടുന്ന നക്കാപ്പിച്ച് തികയാത്തോണ്ടല്ലേ ഇക്കണ്ട കളികൾ മുഴുവൻ ഞാൻ കളിച്ചതും എന്നെ കൊണ്ട് നിങ്ങൾ കളിപ്പിച്ചതും. എന്നിട്ടിപ്പോ ഭാര്യ വീട്ടിൽ നിന്നൊരു ചുക്കും കിട്ടില്ല എന്നായപ്പോ പെൺമക്കളെ കെട്ടിക്കാനും കടങ്ങളെ വീട്ടാനും എന്റെ ജോലി മാത്രം മതി എന്ന് പറയാൻ എന്റെ ശമ്പളം സർക്കാർ കൂട്ടിയിട്ടൊന്നുമില്ല. ശമ്പളം കൂട്ടാതെ തന്നെ ആവശ്യത്തിനുള്ള കൈക്കൂലിയായിട്ട് നിനക്ക് ഉണ്ടാക്കാലോ. ഒന്നുകൂടെ ശ്രമിച്ചാ മതി. കൊള്ളാം, നല്ല ഉപദേശം. ഇങ്ങനെ ഉപദേശിച്ചാ ഞാൻ പരിപാടിയിലായത്. ഇനി ഒരുപാട് ഉപദേശിക്കല്ലേ. നല്ല കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഇവന്റെ തലയിൽ കേറില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ശമ്പളം കിട്ടുന്ന നക്കാപ്പിച്ച് തികയാത്തോണ്ടല്ലേ ഇക്കണ്ട കളികൾ മുഴുവൻ ഞാൻ കളിച്ചതും എന്നെ കൊണ്ട് നിങ്ങൾ കളിപ്പിച്ചതും. എന്നിട്ടിപ്പോ ഭാര്യ വീട്ടിൽ നിന്നൊരു ചുക്കും കിട്ടില്ല എന്നായപ്പോ പെൺമക്കളെ കെട്ടിക്കാനും കടങ്ങളെ വീട്ടാനും എന്റെ ജോലി മാത്രം മതി എന്ന് പറയാൻ എന്റെ ശമ്പളം സർക്കാർ കൂട്ടിയിട്ടൊന്നുമില്ല. ശമ്പളം കൂട്ടാതെ തന്നെ ആവശ്യത്തിനുള്ള കൈക്കൂലിയായിട്ട് നിനക്ക് ഉണ്ടാക്കാലോ. ഒന്നുകൂടെ ശ്രമിച്ചാ മതി. കൊള്ളാം, നല്ല ഉപദേശം. ഇങ്ങനെ ഉപദേശിച്ചാ ഞാൻ പരിപാടിയിലായത്. ഇനി ഒരുപാട് ഉപദേശിക്കല്ലേ. നല്ല കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഇവന്റെ തലയിൽ കേറില്ല. അമ്മേ, അമ്മേ, എന്താടാ? ഇങ്ങോട്ടൊന്ന് വന്നേ. അതാ വരുന്നു. എന്താ? രാവിലെ ഇവിടെ ഇട്ടിരുന്ന ലുങ്കി എവിടെ? എനിക്കെങ്ങനെ അറിയും? ഇവിടെ എങ്ങാനും കാണും. ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാ പുറത്തെവിടെങ്കിലും കാണും. ഞാൻ കിടക്കാൻ പോവാ. നിനക്കവിടെ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. കഴിച്ചു കഴിയുമ്പോ പാത്രം എടുത്തു വെച്ചേക്കണം. അല്ല, അത്
ഈ ചായ കുടിക്ക്. ഇന്നെന്താ നീ നേരത്തെ? ഇന്നൊരല്പം നേരത്തെ ചെല്ലണം. അത്യാവശ്യമായിട്ട് കുറെ ജോലികൾ തീർക്കാനുണ്ട് ഓഫീസിൽ. ഇപ്പൊ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നുണ്ടല്ലേ? ആ, ഒരുവിധം. എല്ലാത്തിനും ഓടാൻ ഞാൻ തന്നെ വേണ്ടേ? പുതിയ കമ്പനി ബാങ്കിൽ കാണിച്ച് ഒരു ലോൺ എടുക്കണം. അതിനൊരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം വില്ലേജ് ഓഫീസിൽ നിന്ന്. ഓഫീസിൽ ചെന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അതൊക്കെ ആ മാനേജറെ ഏൽപ്പിച്ചാ പോരെ, അയാൾ ചെയ്യുമല്ലോ. അതിൽ ചില പ്രശ്നങ്ങളുണ്ടോ മമ്മി? ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അവര്. ഉത്തരവാദിത്തോടെ ചെയ്യാൻ കഴിയുന്നവരെ നീ സഹകരിപ്പിക്കുന്നുമില്ലല്ലോ. അതാരാ? ഓ, അവൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെയൊക്കെ അവകാശം കൂടി ആകേണ്ടവനാ ശിവൻ. നീ എത്ര തള്ളിക്കളഞ്ഞാലും ആ അവകാശം അവനെ നിഷേധിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. അവകാശോ? ഇതല്ല എന്റെ ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിലെങ്ങാനും അവകാശത്തിന്റെ പേരിൽ കൈവച്ച അവന്റെ കൈ പിന്നുണ്ടാവില്ല, വേണ്ടി വന്ന തലയും. എന്നാ നീ ഇപ്പൊ തന്നെ ചെന്ന് അവന്റെ തലവെട്ട്, എന്നിട്ട് സ്വന്തം പെങ്ങളെ വിധവയാക്ക്. ചെല്ല്. മമ്മി, വല്ലാതെ മാറിപ്പോയി മമ്മി. മമ്മിക്കിപ്പോ എന്നെ ആലീസനെയും തീരെ ദഹിക്കുന്നില്ല അല്ലേ? അവന്റെ വാക്ക് കേട്ട് അവന്റെ താളത്തിനൊത്ത് തുള്ളാൻ മമ്മി ഇപ്പൊ പഠിച്ചു. വേണ്ട മമ്മി, പിന്നോട്ട് തിരിഞ്ഞു നോക്കിയ ഒരു ചതിയുടെ കഥയെ അവന് പറയാനുള്ളത്. മമ്മിയുടെ മോളെ ചതിച്ച കഥ. അതേ കഥ അവൻ എന്നെക്കുറിച്ചും പറയണമെന്നുണ്ടെങ്കിൽ ആയിക്കോ. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു വിഷപ്പാമ്പിന് പാല് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വില്യം, ആ വന്നിട്ട് ഒരുപാട് നേരമായോ? ഏയ് ഒരു 5 മിനിറ്റ്. എന്താ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യം. പക്ഷേ നമുക്കത് കിട്ടാതെ പറ്റില്ല. അതെ, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. എന്ത് വേണേലും ചെയ്യാം. എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയേ? അറിയാവല്ലോ, നേർവഴിയിലൂടെ ഈ കാര്യം നടക്കില്ല. പിന്നെ വളഞ്ഞ വഴിയിലൂടെ ആവാമെന്ന് വെച്ചപ്പോ അവിടെയും ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അച്ചായൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു വില്ലേജിൽ, ഒരു നാരായണൻ. നമ്മുടെ സമയദോഷം. 1 മാസം മുമ്പ് ട്രാൻസ്ഫറും വാങ്ങി അങ്ങനെ വേറെ അങ്ങോട്ടോ പോയി. അയാളായിരുന്നെങ്കിൽ ഒരു ഫുള്ളിന്റെയും 400-500-ന്റെയും കാര്യം ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടി വന്നാ ഈ ഭൂമിയുടെ തീറാധാരം വരെ എഴുതി കൈ തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളവൻ ആ ഒപ്പിപ്പെടില്ല. അതാ കുഴപ്പം. എന്തു കൊടുത്താലും വാങ്ങില്ല. നേരെ വാ നേരെ പോ, അതാ ഇനം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. ഇപ്പോഴത്തെ ഓഫീസർ തൊട്ടു താഴെ വേറൊരുത്തനുണ്ട്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. പൈസയുടെ കാര്യത്തില് ആളിച്ചിരി ആർത്തിക്കാരനാ. അതാ ഒരു പ്രതീക്ഷ. ആ മോനറിയും, നമ്മുടെ പ്രൊഫസറുടെ മോളുണ്ടല്ലോ കല്യാണി, ആ അവളുടെ ഭർത്താവാ സുകുമാരൻ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഒരു വഴിയുണ്ട്. ഇപ്പോഴത്തെ ഓഫീസർ തൊട്ടു താഴെ വേറൊരുത്തനുണ്ട്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. പൈസയുടെ കാര്യത്തില് ആളിച്ചിരി ആർത്തിക്കാരനാ. അതാ ഒരു പ്രതീക്ഷ. ആ മോനറിയും, നമ്മുടെ പ്രൊഫസറുടെ മോളുണ്ടല്ലോ കല്യാണി, ആ അവളുടെ ഭർത്താവാ സുകുമാരൻ. പണം എത്ര വേണമെങ്കിലും വാങ്ങിച്ചോളും, വെള്ളം എത്ര വേണമെങ്കിലും കുടിച്ചോളും. കണ്ടാത്തൊന്നും ദൈവം തമ്പുരാൻ അതിനു വേണ്ടി മാത്രം പടച്ചു വിട്ടതാണെന്ന്. അപ്പോ കാര്യം നടക്കോ? എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടിയേ പറ്റൂ. നടക്കും. മനസ്സറിഞ്ഞ് അയാളെ ഒന്ന് മുട്ടിയാ മതി. എങ്കിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ തന്നെ അങ്ങ് മുട്ട്. ഏറ്റു.
നമസ്കാരം സാർ. ആ ഇരിക്കൂ. ഞങ്ങള് മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടല്ലോ. ആ ഉവ്വ്. ആ ആ അപ്പൊ സാറിന് ഞങ്ങളെ മനസ്സിലായി. പരിചയപ്പെടുത്താൻ ശ്രമിച്ച് വെറുതെ സമയം കളഞ്ഞു. നിങ്ങളിപ്പോ വന്നത്? പറയാം സാർ. അന്ന് ഞങ്ങള് അലക്സാണ്ടർ പേട്ടയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതെങ്കിൽ ഇന്ന് ഞങ്ങള് അദ്ദേഹത്തിന്റെ മകൻ വില്യത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാ വന്നത്. അതേ ഉള്ളൊരു വ്യത്യാസം. കാര്യം എന്താ? വില്യമിന് വേണ്ടി ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ശരിയാക്കണം. ആ ഒരു കാര്യം ഞങ്ങൾ സാറിനെ അങ്ങ് ഏൽപ്പിക്കുക. വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് താലൂക്ക് ഓഫീസിൽ ചെല്ലണം. അത് ഇവിടുന്ന് ഒരു പേപ്പർ കിട്ടിയാൽ തരാം. എവിടെയാ നിങ്ങളുടെ പ്രോപ്പർട്ടി? പ്രോപ്പർട്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും സാർ അത് ശരിയാക്കി തന്നെ. അങ്ങനെ ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ. മനസ്സിലായി. സാറ് പറയുന്ന പ്രോപ്പർ ചാനൽ ഞങ്ങൾക്ക് മനസ്സിലായി. ചെറായി. ഇതല്ലേ സാറ് പറഞ്ഞ പ്രോപ്പർ ചാനൽ? ഇനി സർട്ടിഫിക്കറ്റ് ശരിയാക്കാവല്ലോ അല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം, ഇതുപോലെ ഓരോരോ ആവശ്യങ്ങളായിട്ട്. സഹായിച്ച ദാ ഇതുപോലത്തെ നല്ല പ്രോപ്പർ ചാനലുകൾ തന്ന് സാറിനെ ഞങ്ങൾ സഹായിക്കാം. ഒത്തൊരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാറേ. ഞങ്ങൾക്ക് മാത്രമല്ല, സാറിനും ഗുണമുള്ള കാര്യമാ. കിട്ടുന്ന ശമ്പളം കുടുംബ ചെലവിന് പോലും തികയാത്തപ്പോ ഇതൊക്കെയല്ലേ ഒരു ആശ്വാസം. ആ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഭാര്യയുമായി സാർ ഉടക്കിലാണെന്ന് കേട്ടു. അവളെ എനിക്കറിയാം. സാറെന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വരെ ഉടക്കിപ്പോവും അവളായിട്ട്. അതാ അവളുടെ സ്വഭാവത്തിന്റെ ഗുണം. ഞങ്ങളുടെ അലക്സ ചായൻ തന്നെ. ഇനി മിണ്ടി പോരുത്. ഇറങ്ങണ വെളിയിൽ ഇറങ്ങാൻ. എടുത്തോ സർട്ടിഫിക്കറ്റ്. പോയിട്ട് ഒരു കടലാസ് കൊണ്ട് പോലും കിട്ടില്ല ഇവിടുന്ന്. ആ പേരും പറഞ്ഞ ആരും ഇവിടെ വരും വേണ്ട. ഞാനൊരു പത്രത്തിന്റെ ഇറങ്ങി പോടാ. നടക്കടോ. അങ്ങനെ ഞാൻ വിട്ടുകളയോ സാർ? റിസ്ക് എടുത്താലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. ഇല്ലില്ല, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കും. വില്ലേജ് ഓഫീസിലേക്ക് ആള് പോയിട്ടുണ്ട്. ആ ശരിയാവുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. യെസ്. ആ ഞാൻ കരുണേട്ടനെ വിളിക്കാൻ തുടങ്ങായിരുന്നു. പോയിട്ടെന്തായി? വളഞ്ഞ വഴിയെ പോയിട്ടും നമ്മളങ്ങ് എത്തുന്നില്ലല്ലോ മോനെ. എന്തു പറ്റി? അവൻ അങ്ങോട്ട് അടുക്കുന്നില്ല. ഒരിടം തിരിവ്. അവൻ ആവശ്യമുള്ളത് കൊടുത്തില്ലേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. കൊടുത്തിട്ട് അവൻ പണം എടുത്തില്ലെന്നേ. കരുണേട്ടനപ്പോ ആള് മാറിയതാവും. ആളവൻ തന്നെ. 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ കറിയാച്ചൻ അവനെ കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്തത്. എന്നിട്ടവൻ രൂപ 3000 ചോദിച്ചു വാങ്ങി. പിന്നെന്താ അവന് നമ്മുടെ പണം മാത്രം വേണ്ടാതായത്? എനിക്ക് തോന്നുന്നത് അവന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരെയും ഉപദ്രവിച്ചതിന്റെ വാശിയിലാവുന്ന. അത് വച്ചാണ് അവൻ കളിക്കുന്നതെങ്കിൽ അവന് നല്ലതിനല്ല. എനിക്കറിയാവുന്നിടത്തോളം അവൻ ആ ടൈപ്പൊന്നും ആയിരുന്നില്ല. അവരെന്ത് ചെയ്താലും അവനതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ തന്നെ പെണ്ണുമ്പിള്ളെ തല്ലിയിറക്കി അവളുടെ വീട്ടിൽ വിട്ടിരിക്കുക അവൻ. പക്ഷെ ഇന്നത്തെ സംസാരം കേട്ടിട്ട് അവന്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടോ എന്നൊരു സംശയം. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഒന്ന് നയത്തിന് നിന്നാ മതി. അടുപ്പിച്ചൊരു 4-5 ദിവസം നല്ല രീതിയിൽ ഒരു മദ്യസേവ അറേഞ്ച് ചെയ്ത് കൊടുത്താ ആ മനസ്സൊക്കെ അങ്ങ് മാറും. മാറണം, മാറ്റിയെടുക്കണം നമുക്കവനെ. ഈ കളിയിൽ എനിക്ക് ലക്ഷ്യം 2ആണ്. 1 ബിസിനസ്, 2 റിവഞ്ച്. അവനെ വച്ച് ആ പ്രൊഫസറോടുള്ള എൻ്റെ പ്രതികാരം ഞാൻ നിറവേറ്റും. അയാളുടെ മകളെ ഇനിയൊരിക്കലും അവൻ തിരിച്ചു വിളിക്കില്ല. അകറ്റും ഞാൻ ഒരുപാട് ദൂരേക്ക്.